മുഹമ്മദ് അമീർ എന്ന് പറയുന്ന താരത്തെ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം ആരാണെന്ന്. അദ്ദേഹം പാകിസ്ഥാൻ്റെ വളരെ മികച്ചൊരു പേസ് ബോളറാണ്, ആയിരുന്നു എന്ന് തന്നെയൊക്കെ പറയാം. സോ എന്തായാലും അദ്ദേഹം ഇടയ്ക്കൊരു ബാൻ കിട്ടിയിരുന്നു, വീണ്ടും വളരെ മികച്ചൊരു തിരിച്ചുവരവ് നടത്തി. എന്നാലും ഇപ്പോൾ IPL അല്ല, പാകിസ്ഥാന് വേണ്ടി കളിക്കുന്നില്ല എന്ന് തന്നെ പറയണം. ഇപ്പോൾ അദ്ദേഹം ഒരു UK സിറ്റിസൺഷിപ്പ്, അതായത് ഒരു UK വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ UK കാരിയാണ്, അവർക്ക് UK സിറ്റിസൺഷിപ്പൊക്കെ ഉണ്ട്. സോ എന്തായാലും അദ്ദേഹം UK സിറ്റിസൺഷിപ്പിന് മെയിനായിട്ട് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു IPL കളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതായത് ഇതിന് IPL കളിക്കണമെന്ന് താല്പര്യമുണ്ടെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലബ്ബ് ഏതാണ് IPL എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേരെന്ന് പറയുന്നത് RCBയുടെ പേരാണ്. നമുക്കറിയാം മുഹമ്മദ് അമീറും വിരാട് കോഹ്ലിയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും അദ്ദേഹം IPL ലെവലിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ RCBയിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ പറയണം. സോ എന്തായാലും 2026 അദ്ദേഹത്തിന് വരണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയാലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ അങ്ങനെ കളിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാകിസ്ഥാനിക്ക് എന്തായാലും ഇന്ത്യയിൽ വന്ന് കളിക്കാൻ പറ്റില്ല, അതൊരു ബാനുണ്ട്. ബട്ട് അല്ലാതെ, അതായത് സിറ്റിസൺഷിപ്പൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അസർ മഹ്മൂദ് എന്ന് പറയുന്നൊരു താരം ഉണ്ടായിരുന്നു. അദ്ദേഹം പഞ്ചാബിന് വേണ്ടി 2012-ലും 2015 KKRന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം എന്താ പറയുക, പാകിസ്ഥാനിയായിരുന്നു. പിന്നെ സിറ്റിസൺഷിപ്പ് മാറി ഇന്ത്യൻ പ്രീമിയർ ലീഗ് വന്ന് കളിച്ചൊരു താരമാണ്. സോ അങ്ങനെ കളിക്കാൻ സാധിക്കും. മുഹമ്മദ് അമീറിന് വേണമെങ്കിൽ സിറ്റിസൺഷിപ്പ് മാറിക്കഴിഞ്ഞാൽ, അത് പാകിസ്ഥാനി എന്ന ആ ഒരു ലെവൽ മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യൻ IPL വന്ന് കളിക്കാൻ സാധിക്കുമെന്ന് തന്നെ പറയാം. സോ എന്തായാലും അദ്ദേഹം വരട്ടെ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ടൈമിൽ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിന് വരാം. കാരണം ജോഷ് ഹേസൽവുഡ് റൂൾഡ് ഔട്ടാണ്. സോ അതിന് പകരം RCB പ്ലെയറിനെ തപ്പുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഇതിൽ ഇപ്പോൾ കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.